ഇപ്പോൾ ആസിഫ് കൂടി ചേരുന്നുണ്ട്. ആസിഫ്, നിലമ്പൂരിൻ്റെ മനസ്സിൽ ആരാണെന്നറിയാൻ ഇനി അധികം താമസമില്ല. ഓരോ അണികളും അതിൻ്റെ ആവേശം എത്ര കണ്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ കൊട്ടിക്കലാശവും എന്ന് പറയുന്നതും. ഓരോ മന്ത്രിമാരെ അടക്കി, അല്ലെങ്കിൽ ഒരു മന്ത്രിപ്പടയെ തന്നെ ഇറക്കിയായിരുന്നു LDF-ന്റെ പ്രചാരണ പരിപാടികൾ. തുടക്കം മുതലേ വിവാദങ്ങളിൽ പെട്ടുഴലുകയായിരുന്നു UDF-ന്റെ പ്രചാരണ പരിപാടികൾ അടക്കം. സ്ഥാനാർത്ഥി നിർണയം മുതൽ അതുണ്ടായിരുന്നു. അൻവറിൻ്റെ ഓരോ ഇടപെടലിലും UDF-നുണ്ടായ തിരിച്ചടികൾ ചെറുതൊന്നുമായിരുന്നില്ല. മാത്രമല്ല, നിലമ്പൂർ എന്ന ഒരു മണ്ഡലം ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ല. ഇത്രയും ആവേശത്തോടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ള ചരിത്രം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. ആ ഒരു ആവേശം, അത്രത്തോളം ഒരു ആവേശമാണ് മണ്ഡലത്തിൽ നിന്നും നമ്മൾ ഈ കാണുന്ന കാഴ്ചകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഓരോ മുന്നണികളുടെയും പ്രചരണ പരിപാടികൾ അല്ലെങ്കിൽ കൊട്ടിക്കലാശ പരിപാടികൾ, അതിൻ്റെ ആവേശം എത്രത്തോളമാണ്? ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും LDF-ന്റെ ക്യാമ്പിൽ ആയിരങ്ങൾ വന്ന് ഇവിടെ തമ്പടിച്ചുകൊണ്ട് ആ ആവേശം അതുപോലെ അലതല്ലുകയാണ് എന്ന് പറയാൻ കഴിയും. ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്ന പാട്ടിനൊപ്പം അതിൻ്റെ താളത്തിനൊപ്പം ഇങ്ങനെ പ്രവർത്തകർ ഓരോ നിമിഷവും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു താളത്തിനൊത്ത് അവർ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു താളത്തിനൊത്തുള്ള ഒരു തുള്ളൽ മാത്രമല്ല, ആ ഒരു ആവേശം എന്ന് പറയുന്നത് എനിക്ക് പിറകിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയാത്തതുപോലെയുള്ള ജനമാണ്. ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്നതിന് തൊട്ട് മുമ്പിൽ നിന്നാണ് ഇത് LDF-ന്റെ കൊട്ടിക്കലാശം ആരംഭിക്കുന്നത്. സ്വരാജ് നമ്മളോടൊപ്പമുണ്ട്. പക്ഷേ പിന്നിലേക്ക് നോക്കിയാൽ കാണാത്തതുപോലെയുള്ള ജനമാണ്. റോഡ് നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾ നിൽക്കുകയാണ്. ഇത്രത്തോളം ആവേശം ഈ ക്യാമ്പിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നാമത്തെ കാരണം അവർക്ക് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ലഭിച്ചു എന്നുള്ളതാണ്. മറ്റ് പല കാരണങ്ങളുണ്ട്. തടിച്ചുകൂടി ജനങ്ങൾ, ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത ആൾക്കൂട്ടമെന്ന് പറയാം. നമുക്ക് പുറകോട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല. കടലാണ്, കടൽ. അതെ, ഞാനതാണ് സൂചിപ്പിച്ചത്. ഞാനിപ്പോൾ ഈ സമയത്ത് ആരെയും കുറച്ച് കാണുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശത്തിലെ ആൾക്കൂട്ടം നമ്മുടെ മുൻപിൽ കാണാം. എന്നാൽ ഇവിടെ നിന്നും നോക്കിയാൽ ഇടതുപക്ഷത്തെ ജനസാഗരം അത് നമ്മുടെ ദൃശ്യപരിധിക്കും അപ്പുറത്തേക്ക് നീണ്ടു കിടക്കുകയാണ്. ഇത് പതിവില്ലാത്തതാണ്. നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു ജനസഞ്ചയമാണ്. സമുദ്ര സമാനമായ ജനസഞ്ചയം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ഒരു മനുഷ്യ കടല് പോലെ തോന്നിയതുകൊണ്ട് പെട്ടെന്ന് വായിൽ വന്ന വാക്കാണ്. ശരിക്കും ആവേശത്തിൻ്റെ തിരയൊടുങ്ങാത്ത ഒരു കടലിരമ്പമാണ്. നോക്കൂ നിങ്ങൾ ഈ ആൾക്കൂട്ടത്തെ, അവരാവേശത്തിൻ്റെ കൊടുമുടിയിലാണ്. ഇത് ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനം നമ്മുടെ മുൻപിൽ വിളിച്ചു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒക്കെ വലിയ നിര ഈ റാലിയിൽ കാണാൻ കഴിയും. കുറേ പുതിയ വോട്ടർമാരുടെ മണ്ഡലമാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു സാന്നിധ്യം, അത് വലിയൊരു പ്രതീക്ഷ നൽകാൻ കഴിയുന്നതാണല്ലേ. അത് ചെറുപ്പക്കാർ അതുപോലെ ചെറുപ്പക്കാർ മാത്രമല്ല, ആബാലവൃദ്ധമുണ്ട്. പക്ഷെ ചെറുപ്പക്കാർ പ്രത്യേക ആവേശത്തോടെയാണ്. വിദ്യാർത്ഥി യുവജനങ്ങളും ഇതാ എല്ലായിടത്തും കാണാം. ഒരു പ്രത്യേക ആവേശത്തിലാണ് നാടാകെ. പലർക്കും ഫസ്റ്റ് വോട്ടാണ്, കന്നി വോട്ടാണ്. അതിന്റെ ഒരുപാട് കന്നി വോട്ടർമാരെ കാണുകയുണ്ടായി. ഈ കൂട്ടത്തിൽ പലരും ഉണ്ട്. എന്തായാലും അവിടെയുള്ള പ്രവർത്തകർ അവരൊന്ന് തിരിഞ്ഞു നിൽക്കാൻ, അങ്ങനെ എല്ലാ തരത്തിലും പ്രവർത്തകർക്ക് വലിയ ആവേശം. ഞാനൊന്ന് മാറിക്കൊടുക്കാം. കാരണം അവരുടെ ഇന്ന് ഈ ഒരു ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചോളം സ്വരാജിന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അത്രത്തോളം ആഗ്രഹിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ഒരു ആവേശത്തിന്റെ കടലെന്ന് നമുക്ക് പറയാൻ കഴിയും. ആയിരക്കണക്കിന് വരുന്ന ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പ്രദേശത്ത്. തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ആവേശത്തിൻ്റെ കടൽ അവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ പുറകോട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല അവിടെ എന്താണ് എന്നുള്ളത്. അത്രത്തോളം പുറകോട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല അവിടെ എന്താണ് എന്നുള്ളത്. അത്രത്തോളം ഇങ്ങനെ ജനങ്ങൾ തിങ്ങി നിറയുകയാണ്. സ്വരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ ഒരു വിലയിരുത്തലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ആളുകളെ എത്തിച്ചുകൊണ്ട്, വമ്പൻ ജനങ്ങളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം, അത് ഇവിടെ തടിച്ചുകൂടിയ പ്രവർത്തകർ സാക്ഷിയാണ്. അത് വോട്ടായി മാറുമ്പോൾ ഞങ്ങൾക്ക് വിജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള
പ്രതീക്ഷയിലാണ് LDF. ഞങ്ങൾ ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയമായി ഉന്നയിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തായാലും വീണ്ടും ശക്തമായ മഴ. ആ മഴയൊന്നും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകരെ അവർക്ക് പിന്നോട്ട് പോകാൻ ഇടയാക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ മഴയിലും സ്വരാജ് ചുവന്നക്കുടയ്ക്ക് കീഴിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാണാൻ കഴിയും. എന്തായാലും പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടം അത് കനക്കുകയാണ്. ആ കനക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മഴയും ഒന്നും തടസ്സമാകുന്നില്ല എന്നുള്ളതാണ്. ആ ആവേശം സ്വരാജിൻ്റെ ഓരോ വാക്കുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് കേരളത്തെ അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് LDFിൻ്റെ ക്യാമ്പ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അതിന് സാക്ഷിയാകുന്നത്. ഈ കനത്ത മഴയിലും അവർ ആ ഒരു ഇപ്പോഴും ഇവിടെ നിലയുറക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വരാജ് കാണിക്കുന്നത്. ഏതായാലും സ്വരാജിന്റെ വാഹനത്തിന് മുമ്പോട്ട് പോയി ഈ പ്രവർത്തകരെ മുഴുവൻ അഭിസംബോധന ചെയ്യണമെന്നുള്ള ഒരു സമുദ്ര സഞ്ചാരം പോലെ LDF അണികൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ആവേശം, അതിന്റെ അണുവിട ചോരാതെയാണ് സ്വരാജ് നമുക്ക് നൽകിയതും. സ്വരാജുമായി സംസാരിക്കുകയായിരുന്നു ആസിഫ്. ആ ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിച്ചതും ആസിഫ് തന്നെയാണ്. അത്ര ആവേശത്തോടെയാണ് പെരുമഴയത്തും അണികൾ അണിനിരന്നിരിക്കുന്നത്. LDFിന്റെ വലിയൊരു ശക്തി പ്രകടനമാണ് അവിടെ കാണാൻ കഴിയുന്നതും.